50 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വൈപ്പിൻ ഇളങ്ങുന്നപ്പുഴ പുല്ലുകാട്ടുതറ വള്ളിക്ക് തന്റെ ഭർത്താവ് വാസുവിൽ നിന്ന് കിട്ടിയ പുരയിടം സ്വന്തമായി. 1967 ലഭിച്ച പട്ടയം ലഭിക്കുന്നതിനുള്ള പതിവ് ഉത്തരവ് പട്ടയമായി കരുതി ഉപയോഗിച്ചു വരികയായിരുന്നു. ഭർത്താവ് വാസുവിന്റെ മരണശേഷം അപേക്ഷിച്ചപ്പോഴാണ് കൈവശമുള്ളത് പട്ടയമല്ല എന്നറിയുന്നത്. കഴിഞ്ഞ 22-ാം തീയതി നടന്ന പട്ടയമേളയിൽ നൽകാൻ തയ്യാറായ പട്ടയം അസുഖബാധിതയായ വള്ളിക്ക് ഉദയംപേരൂരിലുള്ള മകളുടെ വീട്ടിലെത്തി കൊച്ചി തഹസിൽദാർ ശ്രീജിത്തും ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് ആന്റണി ഹെർട്ടിസും സെക്ഷൻ ക്ലർക്ക് രാജേഷും ചേർന്ന് കൈമാറി. ഇളങ്ങുന്നപ്പുഴ വില്ലേജിൽ സർവേ 1413ൽപ്പെട്ട 10 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകയുടെ വള്ളിയുടെ ഭർത്താവിന് 1967 പതിവുത്തരവ് നൽകിയിരുന്നതാണ്. പതിവുത്തരവ് പ്രകാരമുള്ള തുക അടയ്ക്കുന്നതിന് ഇദ്ദേഹം തുനിഞ്ഞില്ല. അതിന്റെ അറിവില്ലായ്മയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. കാര്യം പതിവുത്തരവ് പട്ടയമായിട്ട് കരുതിക്കൊണ്ട് അദ്ദേഹം തന്റെ പട്ടയമായിട്ട് ലഭിക്കേണ്ട ഭൂമി കൈവശം വെച്ച് വീട് വെച്ച് താമസിച്ചു വരുന്നതായിരുന്നു. അപ്രകാരം താമസിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം പോക്കുവരവിനായിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു പോവുകയും പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭാര്യ പോക്കുവരവിനായിട്ട് അപേക്ഷിക്കുന്നു. അങ്ങനെ പോക്കുവരവിന് അപേക്ഷിക്കുന്ന സമയത്താണ് നമ്മൾ കണ്ടെത്തിയത് പതിവുത്തരവാണ് കൈവശമുള്ളത്. പതിവുത്തരവ് പ്രകാരമുള്ള തുക അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പട്ടയം കിട്ടുള്ളൂ. അപ്പൊ 3 മാസത്തിനുള്ളിൽ നമുക്ക് പതിവുത്തരവ് നൽകി 3 മാസത്തിനുള്ളിൽ തുക അടക്കണമെന്നുണ്ട്. അപ്പൊ അത് പ്രകാരം ഇവര് 1967 പതിവുത്തരവ് കിട്ടിയിട്ട് ഇതുവരെ തുക അടച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പട്ടയം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങി. ഇദ്ദേഹം മരണപ്പെട്ടു പോയതോടുകൂടി ഈ പ്രസ്തുത അപേക്ഷയിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കത്തില്ല. കാര്യം വെച്ചാൽ ഓൾറെഡി പതിവുത്തരവ് നൽകിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഇത് സാങ്കേതിക പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനുശേഷം രണ്ടാമത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും കൂടി രണ്ടാമത് പുതിയതായിട്ട് അപേക്ഷ സമർപ്പിച്ചു. നമ്മൾ സർക്കാരിലേക്ക് ഇതിനു വേണ്ടിയിട്ട് അഭിപ്രായം ചോദിച്ച് അങ്ങനെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ വള്ളിയുടെ വാസുവിന്റെ, അതായത് 1967 പതിവുത്തരവ് നൽകിയ വാസുവിന്റെ അവകാശികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൂടി നമ്മൾ പട്ടയം നൽകി. ഏകദേശം 10 അവകാശികളാണ് ഈ വാസുവിന്റെ മക്കളും ആയിട്ടും പിന്നെ ഭാര്യയായിട്ടും ഉള്ളത്. ഭാര്യ വളരെയധികം കിടപ്പ് രോഗിയായ കാരണം കൊണ്ട് നമുക്ക് പട്ടയമേളയിൽ പട്ടയം നൽകുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചി തഹസിൽദാർ ശ്രീജിത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഈ വള്ളി എന്ന് പറഞ്ഞ അപേക്ഷക ഇപ്പോ തന്റെ മോളുടെ വീട്ടിൽ ഉദയംപേരൂരുള്ള മോളുടെ വീട്ടിലാണ് താമസം. അവിടെ ചെന്നു ഞങ്ങൾ പട്ടയം കൈമാറി. വളരെയധികം സന്തോഷത്തിലാണ് അവർ. കാരണം വെച്ചാല് അവർക്ക് തന്റെ ഭൂമിയുടെ അവകാശം രേഖയായിട്ട് കിട്ടുന്നതിനുള്ള സന്തോഷം അവിടെ പ്രകടിപ്പിച്ചു. ഏതായാലും വളരെ ദീർഘകാലത്തെ ഒരു ആവശ്യം നമ്മൾ പരിഹരിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ. സന്തോഷമുണ്ട്. ഈ പട്ടയം റെഡിയാക്കി തന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും നന്ദിയുണ്ട്. വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇത് തന്ന എല്ലാ സാർമാരും മീഡിയയും എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ അമ്മച്ചിയോടെല്ലാവരുടെയും നന്ദി. 22-ാം തീയതി നടന്ന പട്ടയമേള അനേകം പേർക്ക് ജീവിതത്തിൽ ആശ്വാസമായി മാറുകയായിരുന്നു. അനേകം നാളുകളായി തങ്ങൾ അനുഭവിച്ചിരുന്ന ഭൂസ്വത്ത് തങ്ങളുടേതായി മാറ്റുവാനായിട്ടുള്ള ഒരു രേഖയായി ഇത് തങ്ങൾക്ക് ലഭ്യമായതിൽ എല്ലാവരും ഉദ്യോഗസ്ഥർക്ക് നന്ദി പറയുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ കൊല്ലം.